Hi friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടി വരുന്നില്ല എന്നാണ് തോന്നുന്നത്. തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാം, ഇപ്പോൾ ഈ ഒരു കാണുന്ന കേക്കിനെ നമുക്കൊന്ന് ലുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് ലുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്ക് ഇതാണ്. 1 kg ചെയ്തിട്ടുള്ള 2 ടയർ കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിനെ നമുക്ക് ഇതിൻ്റെ കളറും അതുപോലെ ഡെക്കറേഷനൊക്കെ മാറ്റിയിട്ട് വേറൊരു കേക്കാക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്നുള്ള ഫ്ലവറൊക്കെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. പിന്നെ സ്റ്റിക്കൊക്കെ കൊടുത്തിട്ടാണ് ഓരോ ഫ്ലവേഴ്സും വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഗ്രീൻ കളറ് ക്രീമിനെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കേക്ക് എങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നതെന്നായിരിക്കും അല്ലേ. അപ്പോൾ 1 kg ഈ ഒരു കേക്ക് ചെയ്തത് നമ്മുടെ ബേക്കിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു, ഓഫ്ലൈൻ ബേക്കിംഗ് ക്ലാസ്. അപ്പോൾ അതിന് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റുഡൻസിൻ്റെ വർക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് അന്ന് 2 ബാച്ചായിട്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടൽ 12 കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 7 കേക്ക് നമ്മൾ സ്റ്റുഡൻസിന് കട്ട് ചെയ്തിട്ടൊക്കെ ആയിട്ട് കൊടുത്തു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന കേക്കിൽ 2 എണ്ണം ഇതുപോലെ ടയർ കേക്ക് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി നമ്മൾ വീട്ടിൽ കട്ട് ചെയ്തെടുത്തു. പിന്നെ അടുത്ത ഫാമിലിയിൽക്കും അടുത്തുള്ള വീട്ടിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മുകളിലുള്ള ക്രീമിനെ ഇതുപോലെ നൈഫ് വെച്ചിട്ട്, പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ സ്പഞ്ച് വരാതെ എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ മാറ്റുന്ന ക്രീം നമുക്ക് വേറെ ഏതെങ്കിലും കേക്കിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ കുറച്ചൊക്കെ ആ ഒരു സ്പഞ്ചിൻ്റെ പീസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉള്ളിൽ സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ 1 kg കേക്ക് ആയാലും ഒരു സ്റ്റിക്കല്ല ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റിക്ക് ഇപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്രീമിനെ സൈഡിൽ നിന്നുള്ളതൊക്കെ മാറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ മാറ്റുന്ന സമയത്ത് സ്പോഞ്ചിൻ്റെ കുറച്ച് ഭാഗമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ക്ലാസ് കഴിഞ്ഞ അന്ന് ഇതുപോലെ ബാക്കി എല്ലാ കേക്കും ഓരോരുത്തർക്ക് കൊടുത്തപ്പോൾ ഈ ഒരു കേക്ക് കട്ട് ചെയ്യാൻ കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ബാച്ചിനുണ്ടായിരുന്നതിൽ ഒരു ടയർ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആ കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് അവർക്കൊക്കെ കൊടുത്തു. അന്ന് ആ കട്ട് ചെയ്യണ സമയത്തും ഞാൻ കട്ട് ചെയ്യണോ എന്നുള്ള ആ ഒരു ഇത് ആ സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യാതെ വെച്ചു. ഇനി ഓർഡർ വരികയാണെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് ടയർ കേക്കിനോട് എനിക്ക് കൂടുതലൊരു ഇഷ്ടമുള്ള കേട്ടോ. മറ്റുള്ള കേക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ടയർ കേക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് കാരണം അത് കട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള വർക്ക് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഒരു സങ്കടമല്ലേ. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു മുകളിലുള്ള കേക്ക് വന്ന് ക്രീമിനെ മാറ്റി, പിന്നെ ആ ഒരു സ്റ്റിക്ക് ഞാൻ മുകളിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തു, നമുക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ആ ഒരു ടയറിനെ ഞാൻ ഇതപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ക്രീമൊക്കെ മാറ്റിയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ എടുക്കുക, സെറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1 kg ടയർ കേക്ക് ചെയ്യണ വീഡിയോ ഞാൻ സെപ്പറേറ്റ് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ കേക്കിനെ 6 ഇഞ്ച് സൈസിലും അതിൻ്റെ മുകളിലത്തേന് 4 ഇഞ്ച് സൈസിലുമാണ് ചെയ്തിട്ടുള്ളത്. രണ്ടും 2 ഫ്ലേവറായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം മുകളിലത്തെ കേക്കിന് അതാ ഇതുപോലെ ഒരു ബേസിൽക്കായിട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഞാനൊരു ബേസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു വലിയ കേക്ക്, അതായത് 4 ഇഞ്ച് സൈസിൽ 6 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ മുകളിൽ നിന്നും ക്രീമിനെ മാറ്റണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നൈഫ് വെച്ചിട്ട് നമ്മൾ ക്രീമിനെ മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ ഒരു കേക്ക് ഓർഡർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞത്, ഇങ്ങനെ ഒരു കേക്ക് വേണം, 2 ടയർ കേക്കാണ്, പക്ഷേ റേറ്റ് കുറഞ്ഞിട്ട് 1000-ൻ്റെ ആ ഒരു റേറ്റിനുള്ള 2 ടയർ കേക്ക് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കേക്ക് ഉണ്ട്. രണ്ടും 2 ഫ്ലേവറാണ്. താഴെ ബ്ലാക്ക് ഫോറസ്റ്റും മുകളിൽ ഓറിയോ ഫ്ലേവറുമാണ് കേക്കിന് വന്നിട്ടുള്ളത്. അപ്പോൾ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ കസ്റ്റമർ ഓക്കെ ആണ്, 1000 അതിന് കൂടുതൽ റേറ്റ് വരില്ലല്ലോ, 1000 അല്ലേ വരുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു കേക്കിന് അവർ പറഞ്ഞ ആ ഒരു മോഡലിലാക്കി കൊടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ ക്രീമും നേരത്തെ 4 ഇഞ്ച് സൈസിൽ ചെയ്ത കേക്കിൻ്റെ പോലെ തന്നെ ഈ ഒരു കേക്കിൻ്റെ മുകളിലുള്ള ക്രീമിന് ഫുള്ള് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ക്രം കോട്ടിങ് ചെയ്തിട്ടുള്ള ആ ഒരു ലുക്കായിട്ടുണ്ട് 2 കേക്കും. ഇനി നമുക്ക് ഇതിൻ്റെ താഴെയുള്ള ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം മറ്റേ കേക്കിന് പിന്നെ അങ്ങനത്തതില്ല, നമ്മളിപ്പോൾ ഈ ഒരു ബേസ് തന്നെയാണ് കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതുപോലെ ഇതിപ്പോൾ കേക്കിൻ്റെ ആ ഒരു പീസൊക്കെ കാണുന്നത് ഹോൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഈ ഒരു ക്രീം വെച്ചിട്ട് തന്നെ ഒന്ന് ഇതാക്കി. ഇപ്പോൾ ഇതിൽ 2 എടുത്തിട്ടുള്ള ക്രീമാണ് ഇട്ടത്. അപ്പോൾ അതിൽ കേക്കിൻ്റെ പീസും ആ ഒരു ക്രംസൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് കൂളാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചു. പിന്നെ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കും ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കൂളായിട്ടുണ്ട് കണ്ടോ. അങ്ങനെ ആ തണുപ്പ് വന്നിട്ട് അങ്ങനെ പുക പോകുന്നുണ്ട് കേട്ടോ അതിൽ വന്ന്. അപ്പോൾ ഇനി ഈ ഒരു കേക്കിനെ ഞാനിവിടെ ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നത് ഒരു ലൈറ്റ് വയലറ്റ് കളറാണ് കേട്ടോ. വയലറ്റ് ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രേപ്പ് വയലറ്റ് എന്നുള്ള മാജിക് കളേഴ്സിലുള്ള ഗ്രേപ്പ് വയലറ്റ് എന്നുള്ള കളറാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് മാത്രമാണ് ഈ ഒരു കളർ ആഡ് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും. ഇനി ഇത് വെച്ചിട്ട് നമുക്കിതിനൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് നന്നായിട്ട് തന്നെ കൂളായിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ വെച്ചുകൊണ്ട് നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫൈനൽ കോട്ടിങ് ഈസിയാണ് കേട്ടോ. നല്ല കൂളായിട്ടുള്ള കേക്കാണെങ്കിൽ ഫൈനൽ കോട്ടിങ് ആ ഷാർപ്പ് എഡ്ജൊക്കെ കിട്ടാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുള്ളവരുമാണ് ഫൈനൽ കോട്ടിങ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കേക്കിനെ ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് കൂൾ ചെയ്തതിൻ്റെ ശേഷം ഫൈനൽ കോട്ടിങ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഷാർപ്പ് എഡ്ജും കാര്യമൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് സൈസിൽ ചെയ്ത കേക്കിന് ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി ഞാനിവിടെ 6 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ള കേക്കിന് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു സെയിം ക്രീം വെച്ചിട്ട് തന്നെ ഒന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന് ഫൈനൽ കോട്ടിംഗ് വെച്ച് നല്ല ഷാർപ്പ് എഡ്ജാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് മറ്റേ കേക്കിന് 4 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ള കേക്കിനെ എടുത്ത് വെക്കും. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് ക്രീമൊക്കെ ഒന്ന് പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഫ്രീസറിൽ തന്നെയായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല കൂളായിട്ടുണ്ട്. ഇപ്പോൾ അത് ക്രീമൊക്കെ പെട്ടെന്ന് തന്നെ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കേക്കിനെ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ സ്റ്റിക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. കാരണം വെയിറ്റ് ഇല്ലാത്ത കേക്കാണല്ലോ. ടോട്ടൽ 1 kg ഈ ഒരു കേക്കിന് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ സ്റ്റിക്കൊന്നും കൊടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ 2 സ്റ്റിക്കോ കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഒരു സ്റ്റിക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ 2 സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തെന്നി വീഴുന്നുള്ളതോ അല്ലെങ്കിൽ ചെരിയുന്നുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടായിരിക്കില്ല. ആ ഒരു ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഇതാ ടോട്ടൽ 2 സ്റ്റിക്ക് കൊടുത്തു. സെൻറ്ററിലുള്ള സ്റ്റിക്ക് നമ്മൾ ആദ്യം ഇങ്ങനെ കേക്കിനെ സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മാർക്കാണ് കേട്ടോ. സെൻറ്ററിൽ വന്നിട്ടുള്ള ആ ഒരു മാർക്ക്. അപ്പോൾ ടോട്ടൽ 2 സ്റ്റിക്ക് തന്നെ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് മുകളിലായിട്ട് ഈ ഒരു മാർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിനെ സ്റ്റാക്ക് ചെയ്തു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഡെക്കറേഷനാണ് വരുന്നത്. അപ്പോൾ ഇത് ലൈറ്റ് ഷെയ്ഡല്ലേ, ഇതിൻ്റെ തന്നെ സെയിം ഡാർക്ക് ഷെയ്ഡാണ് നമുക്ക് വേണ്ടത്. കുറച്ചുകൂടി ക്രീം കളർ അപ്ലൈ ചെയ്യാം. ഗ്രേപ്പ് വയലറ്റിൻ്റെ കളർ തന്നെ, ആ ഒരു കളർ തന്നെ കുറച്ചുകൂടി അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടി ഡാർക്ക് ഷെയ്ഡാക്കി എടുത്തിട്ട് ജസ്റ്റ് ഈ കേക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊരു പാലറ്റ് നൈഫ് ഡിസൈനാണ് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നൈഫ് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യൽ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ. ഞാൻ ലെഫ്റ്റ് ഹാൻഡാണ്. അതുകൊണ്ട് എനിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്നാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു സൈഡിൽ ഫസ്റ്റ് ഞാൻ ചെയ്ത് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ നൈഫിൽ കുറച്ച് ക്രീം ആക്കുക. എന്നിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. സൈഡിലേക്കായിട്ട് വേണം വലിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതുപോലൊരു ഡിസൈനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ 2 കേക്കിലും ഞാനിതുപോലെ ചെയ്തിട്ടുണ്ട്. താഴെ മുകളിലും സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ ലീവ്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സ്ഡായിട്ട് ഒരുപാടില്ല, കുറച്ചായിട്ടേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഫ്ലവേഴ്സ് കൊടുത്തു. സൈഡിൽ താഴെ ഭാഗത്തായിട്ട് ഒരു ഫ്ലവറും പിന്നെ ഒരു ഗോൾഡൻ കളർ ലീഫും കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് 2 ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ കളർ ലീഫും പിന്നെ ഇപ്പോൾ ഒരു ടോപ്പറും താഴെ ഭാഗത്തായിട്ട് നെയിം ഫോണ്ടൻറ്റിൽ എഴുതിയിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. 1 kg ടയർ കേക്ക് കേട്ടോ.
അപ്പോൾ നമ്മളുടെ ആ ഒരു കേക്ക് ഈ ഒരു ലുക്കാക്കി മാറ്റിയിട്ടുണ്ട്. അത് ഒരു ഗ്രീൻ കളർ കേക്കായിരുന്നു. നമ്മളിപ്പോൾ അതിൻ്റെ ക്രീമൊക്കെ മാറ്റിയിട്ട് ഈ ഒരു കളറാക്കി, അതുപോലെ തന്നെ നല്ല ഷാർപ്പ് എഡ്ജും ഫിനിഷിങ്ങും ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേക്കാണോ മറ്റേ കേക്കാണോ കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളത് പറയാം. അപ്പോൾ നമുക്കിപ്പോൾ ടയർ കേക്ക് ആണെങ്കിലും അതുപോലെ നോർമൽ കേക്ക് ആണെന്നുണ്ടെങ്കിലും ക്രീം എന്താ പറയുക കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യട്ടെ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്